ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഈ ക്വാർട്ടറിൽ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഏതാണ്ട് 8 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പാഠം 9 പഠിക്കേണ്ടത്. തലവാചകം: യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. മനഃപ്പാഠവാക്യം: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സങ്കീർത്തനം 118 22 23. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾക്കൊക്കെ അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം പഠിക്കുവാൻ ഞങ്ങൾ കടന്നു വരുമ്പോൾ തിരുമേനിയുടെ തിരുകൃപ ധാരാളമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. പരിശുദ്ധാത്മ നിറവ് ഞങ്ങൾക്ക് നൽകി തരണം. വചനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. മാനവും മഹത്വവും പങ്കെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. മനഃപ്പാഠവാക്യം: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. സങ്കീർത്തനം 118 22 23. ശരിക്കും ഈ മനഃപ്പാഠവാക്യത്തിൻ്റെ പശ്ചാത്തലം മത്തായി 21 അധ്യായം 42 വാക്യത്തിൽ കാണുന്നു. ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അത് തന്നിൽ നിറവേറിയിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുന്നു. യഹൂദന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്ന മിശിഹായെക്കുറിച്ചും അവൻ്റെ വരവിനെക്കുറിച്ചും യഹൂദ പണ്ഡിതന്മാർ ആരാഞ്ഞിരുന്നു. രാജ്യം സ്ഥാപിക്കുന്ന ഒരു മിശിഹായെ യേശു ക്രിസ്തുവിൽ പ്രതീക്ഷിച്ചു ഇരുന്ന അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അവൻ തള്ളപ്പെട്ട കല്ലായി തീർന്നു. സ്വന്തക്കാർ തള്ളിക്കളഞ്ഞ ഈ കല്ല് പുതിയ നിയമസഭയുടെ അടിസ്ഥാന കല്ലും മൂലക്കല്ലായി തീർന്നു. വിശ്വസിക്കാത്തവർക്ക് യേശു ഒരു ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയുമായിരുന്നു. ഈ സംഭവം ആത്മീയമായി ക്രിസ്തുവിലാണ് നിറവേറുന്നതെങ്കിലും അക്ഷരീയമായി യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പാരമ്പര്യം ഇപ്രകാരം പറയുന്നു. ശലോമോൻ രാജാവ് ദേവാലയം പണിയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടാണ് യെരുശലേം ദേവാലയം പണിഞ്ഞിരുന്നത്. അത് 1 രാജാക്കന്മാർ 6-7 നമ്മൾക്കത് കാണാം. പ്ലാൻ അനുസരിച്ച് ആലയം പണി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വെക്കേണ്ട ഒരു ആണിക്കല്ല് അല്ലെങ്കിൽ ഹെഡ് സ്റ്റോൺ, അത് വളരെ നേരത്തെ തന്നെ അതിൻ്റെ കുറവൊക്കെ തീർത്ത് ഈ പണിയുന്ന സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവന്നിരുന്നു. ദേവാലയ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും വന്ന് ഈ കല്ലെടുത്ത് നോക്കി. പക്ഷെ അവർക്കാർക്കും അത് മനസ്സിലായില്ല എവിടെയാണിത് വെക്കേണ്ടതെന്ന്. എവിടെയും യോജിക്കാത്തത് കൊണ്ട് അവരത് മാറ്റിവെച്ചു. യെരുശലേം ദേവാലയം പണിഞ്ഞു തീർന്നത് 7 വർഷം കൊണ്ടാണ്. അതിനിടയിൽ ഈ കല്ലിനെ കുറിച്ച് ആരും ഓർത്തില്ല. അതങ്ങ് പരിപൂർണമായി വിസ്മൃതിയിലായി തീർന്നു. എന്നാൽ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെൽക്കുന്ന കല്ല്, ഈ ആണിക്കല്ല് കാണാത്തത് കൊണ്ട് ആളുകൾ അന്വേഷിച്ച് വെട്ടുകുഴിയിൽ ചെന്നു. അവിടെ ജോലി ചെയ്തിരുന്ന അവർ പറഞ്ഞു അത് നേരത്തെ തന്നെ ഈ കല്ല് അവിടെ കൊണ്ടുവന്നു. എന്നാൽ ഈ കല്ല് നേരത്തെ കൊണ്ടുവന്ന് എവിടെയും യോജിക്കാത്തതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ച് അത് ചപ്പുചവറുകളുടെ ഇടയിലൊക്കെ അടിയിലായിപ്പോയി. അത് ആരുടെയും മനസ്സിലില്ലാതെയും പോയി. വെട്ടുകുഴിയിൽ അന്വേഷിച്ച് തിരിച്ചു വന്ന ആളുകൾ ഇത് അന്വേഷിച്ച് നടന്നപ്പോൾ ചവറുകളും പുല്ലുമൊക്കെ കയറി ഈ പരിപൂർണമായിട്ട് മറിഞ്ഞിരുന്ന ഈ കല്ല് കണ്ടെടുത്തു. അത് വൃത്തിയാക്കി അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് അങ്ങനെ ദേവാലയം പണി തീർത്തു. അത് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ മേൽ വെച്ച് പണി പൂർത്തീകരിച്ചു. സെക്കറിയാവ് 4:7 നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ മനഃപ്പാഠവാക്യത്തിൻ്റെ പശ്ചാത്തലം. സങ്കീർത്തനങ്ങളിൽ ക്രിസ്തു എന്ന വ്യക്തിയെയും തൻ്റെ ശുശ്രൂഷയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ സങ്കീർത്തനം ഉടനീളം യേശുക്രിസ്തുവിനെയാണ് സാക്ഷീകരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സാക്ഷീകരിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ ശുശ്രൂഷയെയും സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങളിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വമുണ്ട്,
തൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവാലയത്തെ സംബന്ധിച്ചുള്ള അത്യധികമായ ഉത്സാഹം, നല്ല ഇടയൻ എന്ന വ്യക്തിത്വം, തന്നെ തള്ളിപ്പറഞ്ഞത്, തൻ്റെ കഷ്ടാനുഭവങ്ങൾ, അസ്ഥികൾ ഒടിഞ്ഞു പോയത്, മരണം, ഒഴിഞ്ഞു പോകാത്തത്, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പൗരോഹിത്യം, രാജ്യത്വം, ഇത്രയും കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾക്ക് കാണാൻ കഴിയും. നാം ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്വയം പരിത്യാഗിയായ ദിവ്യ ഇടയനെന്നാണ് അതിൻ്റെ ഞായറാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലക്കെട്ട്. സ്വയം പരിത്യാഗിയായ ദിവ്യ ഇടയൻ. സങ്കീർത്തനം 23 അതിനെ അധികരിച്ചാണ് ഞായറാഴ്ച നാം പഠിക്കുന്നത്. ദാവീദ് ഇടയനായി നടന്ന സമയം ലഭിച്ച വിടുതലും സംരക്ഷണവും ഓർത്ത് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനം ആടുകൾക്ക് വേണ്ടി ജീവനെ വയ്ക്കുന്ന ഒരു നല്ല ഇടയനെ ചൂണ്ടിക്കാണിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന ഒരു നല്ല ഇടയനെയാണ് ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നത്. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തുവിനെ 23 സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങളിലെ വിലയേറിയ മുത്തായിയാണ് ഈ 23 സങ്കീർത്തനത്തെ പരിഗണിക്കപ്പെടുന്നത്. വിലയേറിയ മുത്ത്. ഈ സങ്കീർത്തനത്തെ സങ്കീർത്തനങ്ങളുടെ വാനമ്പാടി എന്ന് യഹൂദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. യഹോവ ഇടയനും ദൈവജനം തൻ്റെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടവുമായി ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം യഹോവ തൻ്റെ ഇടയനാണ്, ആട്ടിൻകൂട്ടം തൻ്റെ മേച്ചിൽപ്പുറത്തെ, ജനം തൻ്റെ മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടം. യേശു നല്ല ഇടയനാണ്. അവൻ്റെ ആടുകളായ ദൈവജനത്തിന് യാതൊന്നിനും ഒരു കുറവില്ല. എന്നാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണത് തുടങ്ങുന്നത്. അവൻ അവരെ തീറ്റിപ്പോറ്റുന്നു, അവരെ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു. അവർ അവനെ അനുഗമിക്കുന്നു, അനുസരിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പം യഹോവ എൻ്റെ നല്ല ഇടയനാണെന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൽ നല്ല ഇടയനായ യേശു അവരെ തീറ്റിപ്പോറ്റുന്നു, അവരെ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു, അവരവനെ അനുഗമിക്കുന്നു, അനുസരിക്കുന്നു, സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. സങ്കീർത്തനം 80-1 ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായി ഉള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. നല്ലൊരു പ്രാർത്ഥനയാണ്. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായി ഉള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. അപ്പോൾ ദൈവജനത്തിൻ്റെ യഥാസ്ഥാപനത്തിനായിട്ടുള്ള ഒരു അപേക്ഷയാണ് ഈ സങ്കീർത്തനം. 80-1 നാം വായിച്ചത് ദൈവജനത്തിൻ്റെ യഥാസ്ഥാപനത്തിനായുള്ള ഒരു അപേക്ഷ. സങ്കീർത്തനത്തിൽ നിന്ന് നാം കാണുന്നത് ഈ അപേക്ഷയാണ്. 81 സങ്കീർത്തനത്തിൽ ജോസഫിനെ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവനും പ്രതിനിധീകരിക്കുന്ന ഒരാളായിട്ടാണ് ജോസഫിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ വഴി നടത്താൻ അവരുടെ ഇടയനായ ദൈവത്തോട് സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ആസെഹോഡ് എല്ലാ ഗോത്രം 12 ഗോത്രവും ഉൾപ്പെടെ ഒരു ആട്ടിൻകൂട്ടമാണ്. ആ ആട്ടിൻകൂട്ടത്തെ വഴി നടത്തുവാൻ സങ്കീർത്തനക്കാരനെ അപേക്ഷിക്കുന്നു. ഇവിടെ ദൈവത്തെ ഇസ്രായേലിൻ്റെ ഇടയനായിട്ടാണ് കണക്കാക്കുന്നത്. യോഹന്നാൻ 10:11-15 വരെയുള്ള ഭാഗത്ത് ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നു. അതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇത് പുതിയ നിയമത്തിൽ സങ്കീർത്തനം 23 കഴിഞ്ഞിട്ട് ഇവിടെ പെട്ടെന്ന് യോഹന്നാൻ 10:11-15 വരെയുള്ള ഭാഗമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു നല്ല ഇടയനായ ദൈവത്തെ അവിടെ കാണിക്കുന്നു. ഇവിടെ ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയവനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്തവരെല്ലാം കൂലിക്കാരാണ്. അപ്പോൾ ചെന്നായി വരുന്നുണ്ടെങ്കിൽ കൂലിക്കാർ ആടുകളെ വിട്ട് ഓടിപ്പോവും. എന്നാൽ നല്ല ഇടയനാണെങ്കിൽ അവിടെ നിന്ന് ആടുകളെ സംരക്ഷിക്കും. അപ്പം പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു.
ഞാൻ തന്നെ നല്ല ഇടയനെന്ന് യേശു പ്രഖ്യാപിച്ചു. ഇപ്പോൾ മറ്റുള്ള ഇടയന്മാരെല്ലാം കൂലിക്കാരും താൻ ഉടമസ്ഥനായ ഇടയവനും ആണ്. അവയ്ക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ തയ്യാറായി വന്നവനുമാണെന്ന് യേശു പറയുന്നു. അപ്പം ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ചെയ്തേ. അപ്പം മറ്റുള്ള ഇടയന്മാരെന്ന് പറയുന്നത് എല്ലാം കള്ളന്മാരും കൂലിക്കാരുമാണ്. അവർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ നല്ല ഇടയനായതുകൊണ്ട് ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുവാൻ തയ്യാറായിയാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ കൂലിക്കാരൻ ഓടിക്കളയുമ്പോൾ നല്ല ഇടയൻ ജീവൻ വെച്ചു കൊടുത്ത് സംരക്ഷിക്കുന്നു. പള്ളിയുടെയും ജനത്തിൻ്റെയും ആത്മീയ നേതാക്കളെന്ന് അഭിമാനിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും അവർ കൂലിക്കാർ മാത്രമാണ് എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. അവർക്ക് പണവും സ്ഥാനവും കിട്ടണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് എന്താണ്? കർത്താവ് നല്ല ഇടയനാണ്. അപ്പം ഇന്ന് കാണുന്ന പരീശന്മാരെ, അല്ലെങ്കിൽ ബൈബിളിൽ കാണുന്ന പരീശന്മാരെ, ശാസ്ത്രിമാരെ, പുരോഹിതന്മാരെ ഇന്ന് കാണുന്നവരും അവർക്ക് സ്ഥാനമാനങ്ങൾ വേണം, പണം വേണം. ആടുകളെ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ. നല്ല ഇടയൻ ആടുകളെ ശരിക്കും അറിയുന്നവനാണ്. അതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ കഷ്ടം അനുഭവിക്കുന്ന മെശിഹ, അത് സങ്കീർത്തനം 22-ാം അധ്യായത്തെ അധികരിച്ചാണ് ഈ കഷ്ടം അനുഭവിക്കുന്ന മെശിഹായെക്കുറിച്ച് തിങ്കളാഴ്ച നാം പഠിക്കുന്നത്. 22-ാം സങ്കീർത്തനം ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന നല്ല ഇടയനായി യേശുവിനെ ചിത്രീകരിക്കുന്നു. അപ്പോൾ 22-ാം സങ്കീർത്തനവും നല്ല ഇടയനായിട്ട് യേശുവിനെ ചിത്രീകരിക്കുന്നു. സങ്കീർത്തനം 22 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ കാണിക്കുന്നു. അപ്പോൾ 22 മുതൽ 30-31 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ പുനരുത്ഥാനത്തെയും പിൻവരുന്ന മഹിമയും കുറിച്ച് വിവരിക്കുന്നു. അപ്പം യേശുക്രിസ്തു ഒരു നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങൾ 22-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 22 വരെയും 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ പുനരുത്ഥാനത്തെയും പിൻവരുന്ന മഹിമയും കുറിച്ച് വിവരിക്കുന്നു. അപ്പോൾ കുരിശിൽ കിടന്ന് മരിക്കാൻ തുടങ്ങുന്ന രക്ഷകൻ്റെ നിലവിളി മത്തായി 27:46, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ക്രിസ്തു തീർന്നപ്പോൾ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായിട്ട് അവന് തോന്നി. അപ്പം കുരിശിൽ കിടന്ന് കർത്താവ് നിലവിളിച്ചു. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടായിട്ട് ക്രിസ്തു തീർന്നപ്പോൾ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി തീർന്നു. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെല്ലാം അക്ഷരീയമായി തന്നെ നിറവേറിയതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം അധ്യായം ഏതാണ്ട് യേശു ക്രിസ്തു ഒക്കെ ജനിക്കുന്നതിന് 500-600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണ്. അത് ശരിക്കും അക്ഷരീയമായി തന്നെ നിറവേറിയതായി സുവിശേഷങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. സങ്കീർത്തനം 22 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശാരീരിക വ്യഥകൾ വർണ്ണിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് കർത്താവ് അനുഭവിച്ച വ്യഥ, അത് മെശിഹ 5 വിധ ശത്രുക്കളുടെ നടുവിലായി അവിടെ നിന്നു എന്ന് പറയുന്നു. അത് സങ്കീർത്തനങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. 1, ബാശാൻ കൂറ്റന്മാർ, അത് യഹൂദ ജനത്തെ സൂചിപ്പിക്കുന്നു. ബാശാൻ കൂറ്റന്മാർ യഹൂദ ജനത്തെ സൂചിപ്പിക്കുന്നു. സിംഹം സാത്താനാണ്. നായ്ക്കൾ പുറംജാതികൾ ആണ്. ദുഷ്ടന്മാരുടെ കൂട്ടം റോമൻ സൈന്യത്തെ സൂചിപ്പിക്കുന്നു. കാട്ടുപോത്ത് ഏറ്റവും അപകടകാരികളായ ഭരണാധികാരികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ശത്രുക്കളുടെ നടുവിലാണ് കർത്താവ് നിന്ന. ബാശാൻ, സിംഹം, നായ്ക്കൾ, ദുഷ്ടന്മാരുടെ കൂട്ടം, കാട്ടുപോത്ത്. അപ്പോൾ 14-ാം വാക്യത്തിൽ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് അനുഭവിച്ചതായ ആ വേദന, അതിൻ്റെ കാഠിന്യം നമ്മൾക്കത് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്താണ് അവിടെ? ഒന്നുകൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, എൻ്റെ ഹൃദയം മെഴുകുപോലെ ആയി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. കർത്താവ് അനുഭവിച്ച ഹൃദയവേദകമായ കഷ്ടാനുഭവത്തെ
ആണ് ഈ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഹൃദയഭേദകമായ കഷ്ടാനുഭവം. അപ്പോൾ 16-ാം വാക്യത്തിൽ അവൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നാണ് പറയുന്നത്. കൈകളെയും കാലുകളെയും തുളച്ചു. ശിക്ഷാക്രമങ്ങളിൽ അല്ല, ശിക്ഷ ഇങ്ങനെ വിധിക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു തരംതിരിവിൽ ഏറ്റവും ക്രൂരവും ഭയാനകവുമായ ശിക്ഷയാണ് കാലും കൈയും ഒക്കെ തുളയ്ക്കുക എന്ന് പറയുന്നത്. ഈ ശത്രുക്കളുടെ നടുവിൽ കർത്താവിൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങി ബലഹീനമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്രയും ശത്രുക്കളുടെയും ഈ കഷ്ടാനുഭവങ്ങളുടെയും നടുവിൽ യേശുക്രിസ്തുവിൻ്റെ ശക്തി ഓട്ടുകഷണം പോലെ ഉണങ്ങി ബലഹീനമായിരിക്കുന്നു. അപ്പം നമ്മെ ശുദ്ധീകരിക്കുവാൻ രക്തം തന്നവൻ നമ്മെ ഉടുപ്പിക്കുവാൻ സ്വന്തമായ വസ്ത്രം കൂടെ ഉപേക്ഷിക്കേണ്ടതായി വന്നു, അല്ലേ? അവർ വസ്ത്രമെല്ലാം ഊരിയെടുത്ത് ചീട്ടിട്ടു. അപ്പം ശരിക്കും നമ്മെ ശുദ്ധീകരിക്കുവാൻ രക്തം തന്നവൻ നമ്മെ ഉടുപ്പിക്കുവാനായി സ്വന്തം വസ്ത്രം കൂടെ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഒന്നാം മാതാം നമ്മെ നഗ്നരാക്കി, അല്ലേ? പാപം ചെയ്ത് അവർ നമ്മെ നഗ്നരാക്കി. രണ്ടാം മാതാം നമ്മെ ഉടുപ്പിക്കുവാനായിട്ട് സ്വയം നഗ്നനായി തൻ്റെ വസ്ത്രം അവർ എടുത്തു. സങ്കീർത്തനം 22 22 മുതൽ 31 വരെയുള്ള ഭാഗത്ത് ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു അദൃശ്യനായ ദൈവത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തി തന്നതോർത്ത് നമുക്ക് അവനെ സ്തുതിക്കുക. അപ്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു കാരണം ഇവിടെ പറയുന്നത്, ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു അദൃശ്യനായ ദൈവത്തെ പുത്രനിലൂടെ വെളിപ്പെടുത്തി. നാം അവനെ അതുകൊണ്ട് സ്തുതിക്കണം, നാം അവനെ മഹത്വപ്പെടുത്തണം. യേശുവിൻ്റെ പ്രാർത്ഥന പിതാവാൻ ദൈവം നിരസിച്ചില്ല. മഹാസഭയിൽ നാം നമ്മുടെ നേർച്ചകളാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തണം. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ നമുക്ക് വേണ്ടി ജീവൻ വെച്ച നല്ല ഇടയനായ ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ ക്രൂശ് മരണത്തിൽ സാധിച്ച വലിയ നേട്ടമാണ് ഇന്ന് പറയുന്ന ദൈവസഭ, ദൈവത്തിൻ്റെ സഭ, ക്രിസ്തു സഭ. അത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ സാധിച്ചെടുത്ത ഏറ്റവും വലിയൊരു നേട്ടം. വീണ്ടെടുക്കപ്പെട്ട ആ സഭ ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്നവരും അവൻ മൂലമുള്ള രക്ഷാദൂതിനെ പ്രസംഗിക്കുന്നവരുമായിരിക്കണം. അപ്പം ക്രിസ്തു മൂലം നേടിയെടുത്ത ഈ സഭയുണ്ടല്ലോ, ആ സഭയിലുള്ളവരെല്ലാം എന്താ ചെയ്യണ്ടേ? അവൻ മൂലമുള്ള രക്ഷാദൂതിനെ പ്രസംഗിക്കുന്നവരായിരിക്കണം, ദൈവത്തിൻ്റെ ആ വൻ വേലയെ പ്രകീർത്തിക്കുന്നവരുമായിരിക്കണം. അത് നമ്മുടെ ദൗത്യമാണ്. താൻ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ നിയമത്തോട് എന്നേക്കും വിശ്വസ്തൻ. സങ്കീർത്തനം 89 27 മുതൽ 32 വരെയുള്ള ഭാഗമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിന് മുമ്പായിട്ട് 2 ശമൂവേൽ 7 15 16 നിന്റെ ഗ്രഹവും നിന്റെ രാജത്വവും എൻ്റെ മുൻപാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും എന്നൊരു വാഗ്ദത്തം ദൈവം ദാവീദിന് കൊടുക്കുന്നുണ്ട്. നിന്റെ ഗ്രഹവും നിന്റെ രാജത്വവും എൻ്റെ മുൻപാകെ എന്നേക്ക് സ്ഥിരമായിരിക്കും. ഇത് ദാവീദിനോട് ദൈവം ചെയ്തൊരു വാഗ്ദത്ത നിയമമാണ്. ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ഥിരതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിജ്ഞയാണ്. ആ ഉടമ്പടി ലഭിക്കുന്നതിന് ദാവീദ് രാജാവിനോടാണ് ഇത് പറഞ്ഞത്. അത് രാജാവിന് ലഭിക്കുന്നതിന് രാജാവ് ചെയ്യേണ്ടത് രാജാവിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടിസ്ഥാനമാണ്. ഒന്ന്, വാഗ്ദത്തം നൽകിയവൻ്റെ പ്രതിജ്ഞയും വാഗ്ദത്തം സ്വീകരിക്കേണ്ടവൻ്റെ വിശ്വസ്തതയും. ദാവീദുമായുള്ള ഉടമ്പടി തകർന്നിരിക്കുന്നു എന്നതിലെ പരുപരുത്ത യാഥാർത്ഥ്യത്തിന്മേലുള്ള ഒരു വിലാപമാണ് 89-ാം സങ്കീർത്തനം. അപ്പം ദൈവം പറഞ്ഞതുപോലെ അവർ ജീവിച്ചില്ല. 89-ാം സങ്കീർത്തനം എഴുതാനുള്ളൊരു കാരണം അതാണ്. സങ്കീർത്തനം 89 5 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വിവിധ വശങ്ങളാണ് വിവരിക്കുന്നത്. പിന്നീട് ദാവീദിൻ്റെ സന്തതിയിൽ ഒരുവൻ്റെ നിസ്തുല ഭരണത്തിൻ്റെ ദർശനമാണ്.
അപ്പോൾ 89 സങ്കീർത്തനം 5 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ മഹിമയുടെ വിവിധ വശങ്ങൾ അവിടെ വിവരിക്കുകയും പിന്നെ ഒരുവൻ്റെ നിസ്തുല ഭരണത്തിൻ്റെ, അത് കർത്താവായ യേശു ക്രിസ്തു, ദാവീദിൻ്റെ ഗോത്രത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. അങ്ങനെ ആദ്യജാതനായ ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനായവനാണ് ദൈവം. മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തവനും യേശു ക്രിസ്തുവാണ്. സങ്കീർത്തനം 89 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ പിൻഗാമികൾ ന്യായപ്രമാണ കൽപ്പനകൾ പിൻപറ്റാതിരുന്നതിനാൽ അവർ ശിക്ഷ അനുഭവിച്ചു. അതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. സങ്കീർത്തനം 89 38 മുതൽ 45 വരെയുള്ള ഭാഗത്ത് ദൈവം തൻ്റെ അഭിഷക്തനെ കൈവിട്ടതിൻ്റെ ഫലമായി വന്നു ചേരുന്ന അനർത്ഥങ്ങളാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രൻ മനുഷ്യർക്ക് വേണ്ടി ഒരു പാപയാഗമായി തീർന്നപ്പോൾ അവൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അവനെ പരിഹസിക്കുകയും ചെയ്തു. ആ കാര്യം ഈ ഭാഗത്ത് 38 മുതൽ 45 വരെയുള്ള ഭാഗത്ത് അത് പരോക്ഷമായി അവിടുന്ന് വിവരിക്കുന്നുണ്ട്. ഈ സങ്കീർത്തനത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. സങ്കീർത്തനത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലും അങ്ങനെയുള്ള 2 ചോദ്യമുണ്ട്. മരിക്കാതെ ആരെങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കുമോ? മരിക്കാതെ ആരെങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കുമോ? രണ്ടാമത്തെ ചോദ്യം, മരിച്ച് അടക്കപ്പെട്ടവൻ വീണ്ടും ജീവിച്ചു വരുമോ? ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. മരിക്കാതെ ആരെങ്കിലും എന്നേക്കും ജീവിച്ചിരിക്കുമോ? മരിച്ച് അടക്കപ്പെട്ടവൻ വീണ്ടും ജീവിക്കുമോ? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, കർത്താവിൻ്റെ മടങ്ങി വരവിങ്കിൽ ജീവനോട് ശേഷിക്കുന്ന വിശ്വാസികൾ ആരും മരിക്കുകയില്ല. കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ ദൈവ പൈതലും മരിക്കുകയില്ല. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ശക്തമായി പതിയേണ്ട ഭാഗമാണ്, കർത്താവിൻ്റെ മടങ്ങി വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്ന വിശ്വാസികൾ ആരും മരിക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ ബുധനാഴ്ചത്തെ പാഠത്തിൽ എതിരില്ലാത്ത അധികാരത്തിൻ്റെ നിത്യരാജ്യം, എതിരില്ലാത്ത അധികാരത്തിൻ്റെ നിത്യരാജ്യം, 2-ാം സങ്കീർത്തനത്തെ അധികരിച്ചാണ് ഈ ഭാഗം നാം പഠിക്കുന്നത്. 2-ാം സങ്കീർത്തനത്തിൻ്റെ രചയിതാവ് ദാവീദാണ്. ഈ സങ്കീർത്തനത്തെ മിശിഹാ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. അപ്പം 2-ാം സങ്കീർത്തനം, ഈ സങ്കീർത്തനം മാത്രമല്ല വേറെ കുറേ സങ്കീർത്തനങ്ങളുണ്ട്, അതെല്ലാം മിശിഹാ സങ്കീർത്തനങ്ങളാണ്. കാരണം സങ്കീർത്തനങ്ങൾ കർത്താവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സങ്കീർത്തനങ്ങൾക്ക് മിശിഹാ സങ്കീർത്തനം എന്നാണ് പറയുന്നത്. 2-ാം സങ്കീർത്തനം അതിലൊന്നാണ്. പാപത്തിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ ഭയാനകമായ പരിണിത ഫലത്തെയും ചൂണ്ടിക്കാണിക്കുന്നു ഈ സങ്കീർത്തനത്തിൽ. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24:44 മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണമെന്ന് യേശു തന്നെ പറഞ്ഞു. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട്, പ്രവാചക പുസ്തകങ്ങളിലുണ്ട്, സങ്കീർത്തനങ്ങളിലുണ്ട്. ഇതെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞതെല്ലാം നിവൃത്തിയാകണമെന്ന് യേശു തന്നെ പറയുന്നു. ഇപ്പം 2-ാം സങ്കീർത്തനം ഇപ്രകാരം തുടങ്ങുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? സങ്കീർത്തനം 2 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത് ഭൂമിയിലെ ജനകോടികൾ ഒരു ലോകൈക നേതാവിൻ്റെ കീഴിൽ അണിനിരന്ന് ദൈവത്തിനും അവൻ്റെ അഭിഷിക്തനായ യേശുവിനും വിരോധമായി ആർത്തട്ടഹസിക്കുന്നു. അപ്പം ഭൂമിയിലെ ജനകോടികൾ, അവർക്കൊരു നേതാവുണ്ട്, ആ നേതാവിൻ്റെ കീഴിൽ അണിനിരന്ന് ദൈവത്തിനും അവൻ്റെ അഭിഷിക്തനായ യേശുവിനും വിരോധമായി ആർത്തട്ടഹസിക്കുന്നു. പ്രധാന കാരണം എന്താണെന്നറിയാമോ? ദൈവഭക്തിക്കെതിരായ അവരുടെ വിദ്വേഷം. അപ്പോൾ സാത്താൻ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയത്തില്ല ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും.
അപ്പോൾ 2 അധ്യായം 4 മുതൽ 11 വരെയുള്ള ഭാഗത്ത് മിശിഹായുടെ വിജയമാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. അപ്പം പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം മുഴുകുന്നു, ഭൂമിയിലെ ബഹളം കണ്ടിട്ട് സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവം അവരോട് പ്രതികാരത്തിന് ഒരുങ്ങാതെ ഭൂമിയിൽ തൻ്റെ പുത്രനെ രാജാവായി വാഴിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സാത്താൻ ഈ ഭൂമിയിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അവിശ്വാസികൾ നിരന്ന് നിന്നിട്ട് പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യുന്നതിന് പകരം കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായി ഈ ഭൂമിയിൽ വാഴിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിന് തീർപ്പ് കൽപ്പിക്കുകയാണ്. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, കോപത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ദൈവത്തിൻ്റെ വരവിങ്കൽ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ അവനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തോട് മത്സരിച്ച ലോകജാതികൾ ദൈവപുത്രൻ്റെ കയ്യിലെ ഇരുമ്പ് വടി കൊണ്ടുള്ള അടിയേറ്റ് തകരുന്നൊരു കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇസ്രായേലും ദൈവത്തിൻ്റെ അടിയേറ്റു. കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിന് അടിയേക്കുന്നുണ്ട്. എന്നാണെന്നറിയാമോ? AD 70 13 ലക്ഷം ഇസ്രായേലിയർ കൊല്ലപ്പെട്ടു. AD 70 13 ലക്ഷം ഇസ്രായേലിയരാണ് ഒറ്റ അടിക്ക് കൊല്ലപ്പെട്ടത്. സങ്കീർത്തനം 2 10 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പം ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പം അങ്ങനെ ഒരു ഭാഗ്യവാന്മാരുണ്ടെങ്കിൽ ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ നമ്മൾ ഉണ്ടാകണം. അതുകൊണ്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പുത്രനെ ചുംബിക്കണം. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാം. മത്സരിക്കുന്നവർക്ക് അതിശക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. ദൈവപുത്രൻ്റെ കോപത്തിൽ നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ പോലും വഴിയിൽ വെച്ച് നമ്മൾ നശിച്ചു പോകരുത്. അതുകൊണ്ട് പുത്രനെ ചുംബിക്കണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനം. ക്രിസ്തു ജഡപ്രകാരം ദാവീദിൻ്റെ പുത്രനാണ്. എന്നാൽ ദൈവികമായി ദാവീദിൻ്റെ കർത്താവുമാണ്. ജഡപ്രകാരം ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ്, ദൈവികമായി ദാവീദിൻ്റെ കർത്താവുമാണ്. അപ്പം ക്രിസ്തുവിനെ തൻ്റെ ശത്രുക്കളുടെ മേൽ പരിപൂർണ വിജയം ഉണ്ടാകും. കർത്താവിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. അത് നിത്യരാജ്യത്വമായിരിക്കും. സകല ആധിപത്യവും അവനുള്ളതാണ്. സകല ആധിപത്യങ്ങളും അവനെ ആരാധിക്കും. ഒടുവിൽ നന്മ തിന്മയുടെ മേൽ വിജയം വരിക്കും. നീതി നടപ്പാക്കപ്പെടും. വേദനയും കഷ്ടവും എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്യും. ഈ നല്ലൊരു നാളേക്ക് വേണ്ടി നാം നോക്കിപ്പാർക്കുന്നുണ്ട്. അതാണ് 2-ാം സങ്കീർത്തനത്തിൻ്റെ ആഹ്വാനം. അവസാന ഭാഗത്തേക്ക് നാം വരുമ്പോൾ മൽക്കീസേദെക്കിൻ്റെ വിധത്തിൽ ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്വർഗീയ പൗരോഹിത്യത്തിൽ എന്നും മഹത്തായ പ്രത്യാശയാണ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ സ്വർഗീയ പൗരോഹിത്യത്തിൽ എന്നും മഹത്തായ പ്രത്യാശയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം സങ്കീർത്തനം 110 4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് നീ മൽക്കീസേദെക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല. നിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും.
അവൻ ദേശങ്ങളിലെ തലവന്മാരെ തകർത്ത് കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്നും കുടിക്കും. അതുകൊണ്ട് അവൻ തല ഉയർത്തും. അപ്പം ന്യായപ്രമാണത്തിലെ നിബന്ധന പ്രകാരം നമ്മൾ ന്യായപ്രമാണം വായിക്കുക. അതിൻ്റെ നിബന്ധന പ്രകാരം ഒരു രാജാവിന് ഒരിക്കലും പുരോഹിതനായിരിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഒരു പുരോഹിതൻ ഒരിക്കലും രാജാവുമായിരിക്കത്തില്ല. എന്നാൽ ഇവിടെ ശാലേമിലെ രാജാവ് ആയിരുന്ന മൽക്കീസേദെക്ക് ഒരു പുരോഹിതനും കൂടിയായിരുന്നു. വേദപുസ്തകത്തിലെ 2-3 ഭാഗത്ത് മാത്രമേ ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നുള്ളൂ. ശാലേമിലെ രാജാവായിരുന്നു മൽക്കീസേദെക്ക്, ഒരു പുരോഹിതനും കൂടിയായിരുന്നു. ഉൽപ്പത്തിയിലെ സങ്കീർത്തനങ്ങളിലെ എബ്രായ ലേഖനത്തിലും മാത്രമേ ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് പരാമർശമുള്ളൂ. നിഗൂഢത നിറഞ്ഞ ഒരു വ്യക്തിയാണ് മൽക്കീസേദെക്ക്. ഉൽപ്പത്തി 14, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസേദെക്ക് എവിടെ നിന്നോ അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. സങ്കീർത്തനം 110 മെശിഹായെക്കുറിച്ച് പറയുമ്പോൾ മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നു. എബ്രായ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് പറയുന്നു. മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. ക്രിസ്തുവിൻ്റേത് നിത്യ പൗരോഹിത്യമാണ്. നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ കുടുംബത്തിലെ ഒരംഗമാകുന്നു, പുരോഹിതനുമാകുന്നു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടവരുമാണ്. അഹരോനും പുത്രന്മാരും ഒരു കൽപ്പന പ്രകാരം പുരോഹിതന്മാരായവരാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അഹരോനും പുത്രന്മാരും പുരോഹിതന്മാരായി. പുറപ്പാട് 28:1. എന്നാൽ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം ഒരു സത്യത്താൽ ഉറപ്പിക്കപ്പെട്ടതാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ലേവ്യ പുരോഹിതന്മാർ മരണം കൊണ്ട് മാറ്റപ്പെട്ടിരുന്നു. ഒരു പുരോഹിതൻ മരിക്കുമ്പോൾ വേറൊരു പുരോഹിതൻ വരും. എന്നാൽ അഹരോൻ മുതൽ AD 70 വരെ 84 പുരോഹിതന്മാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് യഹൂദയിൽ. അതുകൊണ്ട് അത് നിത്യ പൗരോഹിത്യമല്ല, അങ്ങനെ മാറ്റപ്പെട്ടൊരു പൗരോഹിത്യമാണ്. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ്റെ മുമ്പിൽ അഹരോൻ്റെ പൗരോഹിത്യം വഴിമാറേണ്ടതാണ്. അവിടെ അതിരാവിലെ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറി, സന്ധ്യയ്ക്ക് ദേവാലയത്തിൻ്റെ തിരശ്ശീല ദൈവം കീറി. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത ഇവിടെയാണ് നാം കാണിക്കുന്നത്. അങ്ങനെ അതിരാവിലെ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറുകയും സന്ധ്യയ്ക്ക് ദേവാലയത്തിലെ തിരശ്ശീല ദൈവം കീറുകയും ചെയ്തപ്പോൾ അഹരോൻ്റെ പൗരോഹിത്യം അവസാനിച്ചു. പിന്നെ അഹരോൻ്റെ പൗരോഹിത്യത്തിന് പ്രസക്തിയില്ല. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. ക്രിസ്തു ഇത്രയുമാണ് കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ മരണം ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. അതേസമയം അതൊരു യാഗവും കൂടിയായിരുന്നു. നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗം അവിടെയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ മരണം ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു, അത് ഒരു പൗരോഹിത്യ യാഗവും കൂടിയായിരുന്നു. അപ്പോൾ ക്രിസ്തു പൗരോഹിത്യം ഏറ്റെടുത്തത് സ്വർഗാരോഹണത്തിന് ശേഷമാണ്. അത് ക്രൂശിൽ നിറവേറിയ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ക്രിസ്തു പൗരോഹിത്യം ഏറ്റെടുത്തത്. മനസ്സിലായല്ലേ?
ക്രിസ്തുവിൻ്റെ മരണം ഒരു പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു, അതൊരു യാഗമായിരുന്നു. ക്രിസ്തു പൗരോഹിത്യം ഏറ്റെടുത്തത് സ്വർഗാരോഹണത്തിന് ശേഷമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൂശിൽ നിറവേറിയ യാഗത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ്. ഇത്രയും കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ടൊരു യാഗമായി തീരുവാനാണ്. അങ്ങനെ യാഗമായി തീർന്ന ആ യേശുവിനെ ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾ കണ്ടെത്തണം. യാഗം മാത്രമല്ല, പുരോഹിതനും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും കൃപാലുവായുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുവചനത്തിൽ നിന്ന് വിലയേറിയ പാഠങ്ങൾ അടിയങ്ങൾ പഠിച്ചോ. കർത്താവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും കർത്താവ് യാഗമായി തീർന്നതിനെയും കർത്താവെ ക്രൂശിൽ ചീന്തിയ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങനെ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം കർത്താവ് പുരോഹിതനുമായിരുന്നു. ആ പൗരോഹിത്യത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വരുമ്പോൾ തിരുമേനിയുടെ തിരുമഹത്വം ഞങ്ങളുടെ മേലുണ്ടാകണമേ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാൻ ഒരുക്കണമേ. വചനാനുസരണം ജീവിച്ച് കർത്താവ് വരുമ്പോൾ ഭാഗ്യവാന്മാരുടെ പട്ടിക എടുക്കുമ്പോൾ ഞങ്ങളുടെ പേരും അതിലുണ്ടാകുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.